ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ദിന ദിന ആശംസകൾ. 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 എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, അല്ലുക്കുട്ടൻ്റെ ആശംസകൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ നമ്മൾ ആദ്യക്കുട്ടൻ സ്കൂളിലേക്കും അല്ലുക്കുട്ടൻ അംഗൻവാടിയിലേക്കും പോകാൻ വേണ്ടി നിൽക്കുകയാണേ. നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ലേ ഇപ്പം ഇന്ന്. എന്നാൽ പിന്നെ നമ്മൾ അംഗൻവാടിയിൽ പായസമൊക്കെ ഉണ്ടെന്നിട്ട് പോവാട്ടാ. അങ്ങനെ ഞങ്ങളവിടെ എത്തി നോക്കുമ്പോഴത്തേക്കും കൊടി ഉയർത്തലൊക്കെ കഴിയാൻ വേണ്ടി നോക്കേനെ. ഞങ്ങളവിടെ എത്തിയതും കൊടി ഉയർത്തലും അതിന് ശേഷം ഒരു ജനഗണമനയുണ്ട്, അഥവാ നമ്മൾ അല്ലുവിൻ്റെ ജനഗണമൈന അതൊക്കെ നമ്മൾ ചൊല്ലി സെറ്റായി നോക്കുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ അല്ലു അടുത്തേക്ക് ഓടുന്നതെന്നറിയാം, കരഞ്ഞുകൊണ്ട് എൻ്റെ പയ്യത്താൽ തന്നെ. ലാസ്റ്റ് നിങ്ങളെ മക്കളും ഇങ്ങനെയുണ്ടോ? നമ്മൾ ഉമ്മമാരെ കാണുമ്പോഴത്തേക്കും ഒരു കരച്ചിലും വിളിയലുള്ളത്. ലാസ്റ്റ് എങ്ങനെയൊക്കെ സോപ്പിട്ട് നോക്കുമ്പോഴത്തേക്ക് പായസം കുടിക്കാനിരുന്നിട്ടേ ചങ്ങായിമാരപ്പരെ ഇന്ന് പായസം എല്ലാം കുടിക്കുന്ന കാണുന്നുണ്ട്. ഓരോന്നെല്ലാം ഇങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതിന് ശേഷം ടീച്ചർ എനിക്ക് ചെറിയൊരു പണി തന്നിട്ടോ. ടീച്ചർക്ക് എന്നെ കണ്ടടക്കട ഇങ്ങനെ പണി തന്നുകൊണ്ടിരിക്കണം. എന്തെങ്കിലും പോസ്റ്റർ തയ്യാറാക്കാനോ അംഗൻവാടിയിൽ ഒട്ടിക്കാനുള്ള ചാർട്ട് പേപ്പറിൽ എഴുതാനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. അങ്ങനെ അന്ന് ഞാൻ അത് എഴുത്തും കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ഇറയത്ത് പോയി നോക്കുമ്പോൾ നമ്മൾ മുന്നേ കൊടുത്തതിൻ്റെ ആ ഒരു എംബ്ലം ഇല്ല, നമ്മൾ അംഗൻവാടി എംബ്ലം, അതവിടെ ടീച്ചർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഉള്ളിൽ വരുമ്പോഴത്തേക്ക് അടുത്ത പണി എനിക്ക് വീണ്ടും കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞിന് കേട്ടോ. ഉച്ചക്ക് എത്തി ഭക്ഷണം എല്ലാം ആക്കുമ്പോഴത്തേക്ക് ആദ്യക്കൂട്ടനും വന്നിന് കേട്ടോ. എൻ്റെ എഴുത്ത് കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്കും ഉണ്ടോ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന പരിപാടിയുള്ളത്? ഞാൻ പണ്ടേ ഡ്രോയിങ്സിലും ഈ റൈറ്റിങ്ങിലെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് ഈ ഒരു പരിപാടി മാത്രം ഞാൻ വേണ്ട വെക്കാറില്ല. നിങ്ങളിങ്ങനെയാണോ?